അങ്ങനെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് ഇറങ്ങി. സമയം ഇപ്പം എത്ര മണിയായി? സമയം 7:00. രൂപ സിമ്പിൾ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാലാണ് അങ്ങോട്ടേക്ക് പോകാണ്ട് കുറേ. എനിക്ക് തീരുമാനമായിട്ടില്ല, നോക്കി നോക്കട്ടെ. അങ്ങോട്ടേലൊക്കെ പോകണമല്ലോ. സൺറൈസൊക്കെ കണ്ടില്ല. പെട്ടപ്പോൾ സാധനം കുറച്ചുകൂടി നേരത്തെ എനിക്ക് നടന്നു. അങ്ങനത്തെ ക്ഷീണം കാരണം എനിക്കാൻ പറ്റിയില്ല. അങ്ങോട്ട് പോയി നോക്കി നോക്കാം എവിടേക്ക് ആദ്യം പോകേണ്ടതെന്നുള്ളത്. പെട്ടെന്ന് വീണ് രാവിലെ ഇപ്പം രാവിലെ ഒറ്റയ്ക്ക് എന്നുള്ളത് സുഖമില്ല കേട്ടോ. അതിനെക്കൊണ്ട് കഴിഞ്ഞാൽ കമ്പനി ഓടിച്ചാടി ഞാൻ ഒന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. അപ്പോൾ നോക്കി വരുമ്പോൾ ഇത്ര ദൂരം വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കാര്യം കാണുന്നില്ല ഇവിടെ. ആരെല്ലാം ഉണ്ടാവും ശരിക്കും. കയറി നോക്കാം. നേരെ കയറാം. അതിൻ്റെ മുകളിൽ എന്തൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ പുള്ളി കുത്തി കയറി വെക്കാം. എന്താ അവസ്ഥ നോക്കാമല്ലോ. ഉള്ളിലൊക്കെ തന്നെ കുറേ അമ്പലങ്ങളുണ്ട്. അവിടെ ഒരു അമ്പലം, സീനുണ്ട് മല. बहुत लेट हो गए। हाँ मजा ये कितना दूर है? हाँ तो शुरू हुआ, अभी बहुत दूर है। अभी खाली 2% का है इसमें, 2%। हाँ ये 2% हो गया। अब उसका अंदाजा लगाओ। 98% है। तिकीट सोडू? अरे काय नाही, काय माहिती काय कामाची नव्हती. भाई ऊपर से कितना दूर है? 20 मिनट। 20 मिनट। Destroy all this. So originally what it must be, if they've destroyed, so jump underneath it must be powerful. अंदर कुछ भी ले जाते हैं, टेंपल में प्रेइंग का स्थान होता है, बाकी कुछ नहीं होता है, इनको पता ही नहीं। हाँ वो तो चलता है, बट गिन के कितना बचा पता है? पालीताना बचा है, अभी थोड़ा गिरनार बचा है, थोड़ा बाकी सब डिस्ट्रॉय है। हम लोग का हिस्ट्री सब
they were humans. You are not taking some day or something else. They literally lived and they gave us this. Fine. But when we see, we want to capture more and more. Anju, let us sit here for 5 minutes and then. આપણા દેવનો એક પિક્ચર સાથે તો લઈએ. Yeah, but Oh yeah, I have kept it live. Oh. Actually, I should have kept it in my bag. અંજુ આપણા દેવનો એક પિક્ચર લઈ લે સાથે એટલે આપણે દેવ સાથે അങ്ങനെ മത്തങ്ങ ഹില്ലൊക്കെ ഒരു വിധം കണ്ടു കഴിഞ്ഞു. ഇനി നല്ല അടിക്ക് ഇറങ്ങാം. എന്നിട്ട് അപ്പുറം സൈഡ് വെച്ചിട്ട് പിടിക്കാനുള്ള പരിപാടി നോക്കാം. അത് നടക്കുള്ളൂ. കുറേ നടക്കുന്നത് ഹില്ല് കയറിയിട്ട് വെച്ചിട്ട് ഉപ്പാടളകി. അങ്ങനെയാണ് കാര്യങ്ങൾ. മത്തങ്ങ ഹില്ല് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു വഴി. നേരെ ആ വഴി പോയി കഴിഞ്ഞാൽ മെയിൻ എല്ലാ സ്ഥലത്തേക്കും കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ആ വഴി കണ്ട് പടച്ചു. ഒന്നും നോക്കിയില്ല. അവിടെ നിന്ന് വെച്ചാൽ കുറേ നടക്കാണ്ട്. അമ്പി വെച്ചാൽ 2 ദിവസം കൊണ്ട് കണ്ടു കഴിയില്ല എന്ന് പറഞ്ഞത്. എന്നെ കൊണ്ട് പറ്റണം എന്തായാലും കാണണ്ടേ. അങ്ങനെ വിചാരിച്ചിട്ട് നാളെ 5 പൂവ് വേണം. അങ്ങനെ ഇന്ന് തന്നെ പരമാവധി പറ്റണത് കവർ ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി പരിപാടി. അത് ഡിസൈൻ അല്ല പൊളിഞ്ഞിട്ടില്ല മുള്ളൊക്കെ. അപകടം കൊണ്ടുപോകണം. ഫ്രണ്ടിൽ കൂടെ കയറിയാൽ ഫ്രണ്ടും ബാക്ക് എവിടെയാണെന്ന് അറിയില്ല. ഏറ്റവും ദിവസം അതിനകത്ത് നമ്മൾ കയറിയത് അതിൻ്റെ ഏറ്റവും മുള്ളട്ടാ. അവിടെ പറഞ്ഞു തന്നുള്ളൂ. അമ്മമ്മ പണിവാളിയിൽ എൻട്രൻസ് നമ്മൾ ബാക്കിലേക്ക് എത്തിയത്. അതാണ് എൻട്രൻസ്. എന്തായാലും ഒന്നും നടക്കുന്നില്ല. അമ്മ കുറെ കാണാണ്ടുണ്ട്. ആരും ഇല്ലാത്തായിരുന്നു. കാരണം വന്നിട്ട് സുഖമില്ല. ഇപ്പോൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു കൊണ്ടുവരും.
വിഗ്രഹമൊന്നുമില്ലല്ലോ. അങ്ങനെ അമ്പി കണ്ട് നടക്കുകയും जी हो गया? हाँ मैं ऊपर से नीचे आएगा. हाँ ഇവിടെയൊക്കെ കുറേ അമ്പലങ്ങളുണ്ട് ചെറുതൂരി. ഒന്ന് ചാടി കിടക്കണം. നമ്മളൊക്കെ കുറേ പൊട്ടി വിഗ്രഹമൊക്കെ തല പൊട്ടിപ്പോയി. അമ്മ
ആരുമില്ലേ മാത്രമല്ലോടൊക്കെ. ഓ അവിടെ നിന്ന് വന്നേ അങ്ങനെ മുകളിൽ കയറി അവിടെ നിന്ന് മനുഷ്യർക്കൊന്നുമില്ലല്ലോ. ഒരിക്കൽ കയറി പറഞ്ഞ് കഴിഞ്ഞാൽ വഴി കുറേ സ്ഥലമുണ്ടല്ലോ. വരും അടിക്കടി നമുക്ക് അങ്ങോട്ട് വഴിയൊക്കെ നമ്മളായിട്ട് കണ്ടുപിടിക്കണം. പോകുന്നവരാണ് പണി. അപ്പം നിത്യകരിക്കുന്നതിൻ്റെ ഉള്ളിലൊക്കെ പറയാൻ പറ്റില്ല. എന്തോടെ സ്ഥലം പറഞ്ഞേ ഇത് പാറപ്പുറത്തോട് സ്കൂട്ടർ കൊടുത്തിട്ട് വരുന്ന സൈക്കിൾ എടുക്കാൻ വാങ്ങിയൊന്നുമില്ലേ. അങ്ങനെ ഹമ്പി തേരാപാര നടന്നു. ഇനി മറ്റേ 50 രൂപയിൽ കാണുന്ന രഥം കണ്ടുപിടിക്കണം. എങ്ങനെയാണ് പോകാമെന്നറിയില്ല. ഏതൊരു കാട് വഴി ഒരു ചേട്ടൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ കൂടെ പോയായിരുന്നു. അങ്ങനെ നേരെ ഒരു വഴി പോയി. ആദ്യം ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു പുറത്ത് കൂടെ 2.5 കിലോമീറ്റർ വളഞ്ഞു പോകണമെന്ന്. ഒരു ചേട്ടനോട് ചോദിച്ചു പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടെന്ന്. മാപ്പ് ഇട്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ വഴി കാണിച്ചു. അങ്ങനെ നേരെ ഇതിൽ കൂടെ പോയപ്പോൾ അവിടെ ഒരു സൈഡിലെത്തി. കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞു എൻ്റെ തൊട്ടപ്പുറത്താണെന്നുള്ളത്. അങ്ങനെ നേരെ അവിടേക്ക് വിട്ടു. അങ്ങനെ നേരെ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിയ ഉള്ളിലേക്ക് പോയിട്ട് അങ്ങനെ 35 രൂപ ടിക്കറ്റിന് 35 രൂപ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ ഉള്ളിലേക്ക് കയറി. വളരെ നൈസാണ്, കാണാൻ മാത്രമുണ്ട്. പക്ഷേ ഈ രഥത്തിൻ്റെ ഈ 50 രൂപ നോട്ടിൽ കാണത്തുള്ള കാരണം കൊണ്ട് ഇവിടെ പേയ്മെൻറ്റ് വാങ്ങണേ. ബാക്കിയുള്ളടത്തുനിന്ന് പേയ്മെൻറ്റ് ഉണ്ടാകുന്നില്ല ഹമ്പയിൽ പോയിട്ട്. അങ്ങനെ വെച്ചാൽ അവിടെ ഒടുക്കത്തെ തിരക്കാണ്. ഇത് എടുക്കാൻ പറ്റണ്ടേ. അങ്ങനെ എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ട് ചെറിയൊരു വീഡിയോ ഒക്കെ ഒപ്പിച്ചെടുത്തു. അറിയണ്ട. കുറേ നേരം നടന്നു. പക്ഷേ ഹമ്പിയിൽ മൊത്തം പോയെടുത്തിട്ടുണ്ടെങ്കിൽ ഈ വിരൂപാക്ഷരങ്ങളിൽ ഇതിൻ്റെ ഉള്ളിലാണ് കുറച്ച് തിരക്ക് കൂട്ടി. ഈ അമ്പലത്തേക്ക് മെയിനായിട്ടാണ് ആൾക്കാർ വരുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഈ അമ്പലത്തിനുള്ളിൽ കയറിപ്പോൾ ഒരു ഗുഹ പോലത്തെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിയിട്ട് അടിയിൽ കൂടെ വരുന്നത്. അങ്ങനെ അവിടെ കണ്ടമാനം ആൾക്കാരുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഒരു വലം വയ്ക്കുക, അങ്ങനത്തെ സെറ്റപ്പാണ്. കുറേ സ്കൂൾ പിള്ളേരും ഒക്കെ ഉണ്ടാകുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടും ഒന്നും അറിയിട്ടില്ല. ഇത് നടക്കണതിൻ്റെ പിന്നാലെ നടന്ന് കുറേ കണ്ട്. കൊത്തുപണികളെന്ന് പറയാനുള്ളതില്ല. മറ്റേ
नहीं रास्ता नहीं है ऊबर है ഒറ്റക്കല്ലം നല്ല ഫീസ് ഇതൊന്നും ഒരിക്കലും പോവില്ലയോ ഇതൊക്കെ കണ്ട് നേരെ ഇറങ്ങി. അങ്ങനെ മതിയാക്കാൻ വിചാരിച്ചു, വയ്യാണ്ടായി. ഒരു 2 മണിക്കായി ടൈം. അങ്ങനെ നോക്കുമ്പോൾ പോരണ വഴിക്ക് നോക്കുമ്പോൾ ഒരാൾ കുരങ്ങന്മാർക്കൊക്കെ ഫുള്ള് ഭക്ഷണം കൊടുക്കുക. അങ്ങനെ അതൊക്കെ കണ്ട് നേരെ അവിടെ നിന്ന് നേരെ പോന്നു. പിന്നെ നേരെ റൂമിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇറങ്ങണേ. അങ്ങനെ അവിടെ നിന്ന് നേരെ സൂര്യാസ്തമയം പിടിക്കാൻ വെച്ചിട്ട് തൊട്ടടുത്തുള്ളൊരു കുന്നിൻ്റെ മുകളിൽ പോയി. അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നടന്ന് കയറാനുണ്ട്. കാണുമ്പോൾ തൊട്ടടുത്തുള്ള പോലെ നടന്നു. അങ്ങനെ നേരെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് പിടിച്ചു. ഞാനൊരു 3:30-4 മണി ടൈമിലാണ് നേരെ കയറണത്. അങ്ങോട്ട് അപ്പോൾ ആൾക്കാരൊക്കെ കുറവായിരുന്നു. അങ്ങനെ വേഗം പോയിട്ട് നോക്കുമ്പോൾ പോകുന്ന വഴിക്കാന്ന് പറഞ്ഞാൽ ഈ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്കുള്ള കുന്നിൻ്റെ മുകളിലേക്കാണ് പോയത്. അങ്ങനെ അവിടേക്കൊക്കെ പോയി ആ കുന്നിൻ്റെ മുകളിൽ ഏറ്റവും ആദ്യം എത്തി. ഞാൻ ആദ്യം അവിടെ നിന്ന് ഏറ്റവും ആദ്യം എത്തിയത് കാരണം ആദ്യം തന്നെ ഒരു കുന്നിൻ്റെ മുകളിൽ സെറ്റായി. അങ്ങനെ അവിടെ ഇരുന്നിട്ട് സൂര്യാസ്തമയമൊക്കെ കണ്ട് സെറ്റായി. ഒരു 6 മണി 6:30 വരെയൊക്കെ അവിടെ ഇരുന്നു. അപ്പോഴേക്കും ഫുൾ ജനങ്ങളായി, നല്ല തിരക്കായി അവിടെ. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു, ശാന്തി പിടിച്ചിട്ട് അവിടെ ഇരുന്നു. വേറെ പാകൊന്നുമില്ലല്ലോ. അങ്ങനെ നല്ല രസമാണെന്ന് എന്തായാലും. इकडं पूर्ण दरीसारखं होतं, खूप लांबून रस्ता होता. तिका बोलते कालचा सनसेट जो होता ना तो हा इकडे बाजूची 2 डोंगर हे 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 नाही हे असं नव्हतं का? खूप उंच होतं ते. असं नव्हतं ते आणि त्याला बसायला जागा किती होती सपाट. बोलली का आम्या അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ എല്ലാം ഇറങ്ങാൻ വിചാരിച്ച് ഇറങ്ങി. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നതിനേക്കാളും പെടപ്പം വ്യൂ. അങ്ങനെ കുറച്ച് നേരം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു വ്യൂ കാണാൻ. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള അമ്പലത്തിൻ്റെയും ബാക്കിലത്തെ മേഘത്തിൻ്റെയും ഇതൊക്കെ ചാതി രസമായിരുന്നു. അങ്ങനെ കുറേ നേരം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ തൊട്ടടുത്തായി തന്നെ റൂം വെച്ച് കഴിഞ്ഞാൽ സുഖമായിരുന്നു, അധികം പോകണ്ടല്ലോ. അങ്ങനെ നേരെ മെല്ലെ റൂമിൽ പോകാൻ വിചാരിച്ചു. അങ്ങനെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി. അങ്ങനെ കയറിയപ്പോൾ അവിടെ ഫുഡൊന്നും അതിൻ്റെ ആടുന്നില്ല. അപ്പോൾ നേരെ അവിടെ നിന്ന് അപ്പുറത്ത് പോയിട്ട് നേരെ ഒരു തട്ടുകാടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് 2 ഇഡ്ഡലിയൊക്കെ വാങ്ങിച്ചിട്ട് നല്ല കഴിച്ചു. എന്നിട്ട് നേരെ റൂമിൽ പോകണമെന്നുള്ള പരിപാടിയില്ല. ഇഡ്ഡലി ആദ്യം നീ പറഞ്ഞ പോലെ കിടന്നു. ഇഡ്ഡലി ചട്നിയിൽ നോക്കി കഴിഞ്ഞാൽ ഇഡ്ഡലി പൊടിഞ്ഞു പോവുക. ആ നിലയ്ക്ക് ഒന്നും പറയണ്ട. അങ്ങനെ നേരെ പോയി അപ്പുറത്ത് കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഹിപ്പി മാർക്കറ്റല്ലേ, അങ്ങനെ അതൊക്കെ കൊണ്ടൊന്ന് ആസ്വദിച്ചു. അങ്ങനെ ഇന്നത്തോട് കൂടിയിട്ട് ഹമ്പി കഴിഞ്ഞു. നാളെ രാവിലെ വിടാമെന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ റൂമിലൊക്കെ എത്തി ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചിട്ട് ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് സൈക്കിളൊക്കെ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചു. അങ്ങനെ നേരെ അങ്ങനെ ശരി കേട്ടോ. അപ്പോൾ നാളെ കാണാം.